HFT ബോട്ട് ഉപയോഗിച്ചുകൊണ്ട് പ്രോഫോം ചാലഞ്ചസ് പാസ്സാക്കുന്നത്, അതായത് പ്രോഫിറ്റ് 10% പ്രോഫിറ്റ് ക്യാപിറ്റലിൻ്റെ ഉണ്ടാക്കുന്നത്, അത് മിനിറ്റുകൾ വെച്ചിട്ട് ഒരുപാട് പ്രോഫിറ്റുകൾ ഉണ്ടാക്കുന്ന വീഡിയോസ് ട്രൂസെൻസിൻ്റെ തന്നെ ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 5 ലക്ഷത്തിൻ്റെ അക്കൗണ്ടിൽ, ഈ $5 ലക്ഷം അക്കൗണ്ടിൽ $50,000 2-3 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുന്നു. $1 മില്യൺ അക്കൗണ്ടിൽ $1,02,000 അരമണിക്കൂർ കൊണ്ട് ഉണ്ടാക്കുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഒരുപാട് ആൾക്കാരുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് നിങ്ങൾക്കിത് ലൈവ് അക്കൗണ്ടിൽ കണക്ട് ചെയ്ത് തന്നുകൂടാ, അതിലൂടെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടായിക്കൂടാ എന്നുള്ളത്. അപ്പോൾ അതിനുള്ളൊരു ഉത്തരമാണ് ഈ ഒരു വീഡിയോ. അതിൽ ആദ്യം തന്നെ HFT, അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത്, അതിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വളരെ, അതായത് അത്രയും ചെറിയ സമയത്തിൻ്റെ ഉള്ളിൽ ട്രേഡ് എടുത്ത് ക്ലോസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ഈ ഒരു ബോട്ട് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത്. നിങ്ങൾ തന്നെ ആ വീഡിയോസിൽ ഇപ്പം കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നുണ്ടാവും എത്രയും ഫാസ്റ്റായിട്ടാണ് ട്രേഡുകൾ മിന്നിമറിയുന്നത് എന്നുള്ളത്. അത് മിന്നിമറിയൽ മാത്രമല്ല, ട്രേഡ് എടുത്ത് ക്ലോസ് ചെയ്യുന്നതും കൂടിയുണ്ട്. അപ്പോൾ ആ ഒരു പ്രൊസീജിയർ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിനാണ് നമ്മൾ ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗ് അഥവാ HFT എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ട്രേഡിങ്ങിൻ്റെ സ്ക്രീൻ ആദ്യമായിട്ട് കാണുന്നവരാണ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് സംശയം വരാം, നമ്മളിത് സ്പീഡ് കൂട്ടിയിട്ട് ചെയ്യുന്നതാണോ? ഒരിക്കലും അല്ല. കാരണം ട്രൂസെൻസിന് നാളെ നിങ്ങൾ ഈ ഒരു കാര്യം, നിങ്ങളുടെ അക്കൗണ്ട്, ഫണ്ടഡ് അക്കൗണ്ട് പാസിങ്ങിന് വേണ്ടിയിട്ട് ഈ ചാലഞ്ച് പാസ് ചെയ്യാൻ ട്രൂസെൻസിനെ ഏൽപ്പിക്കുന്നതാണ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ തന്നെ നിങ്ങളും ലോഗിൻ ചെയ്ത് വെക്കും. നമുക്ക് ഒരുമിച്ചിട്ട് തന്നെ ഈ ഒരു സംഗതി കാണാമല്ലോ, ട്രേഡ് ഇത്രയും ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. ഇത്രയും സ്പീഡിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ നടക്കണം എന്നുണ്ടെങ്കിൽ അത്രയും മൈക്രോ സെക്കൻഡിൽ തന്നെ ആക്ട് ചെയ്യുന്ന നല്ലൊരു സെർവറും ഇതിന് വേണം. അപ്പോൾ ആ സെർവറിന് അതിൻ്റെ ആക്യുറസിയും ഫാസ്റ്റ് ആയിരിക്കും, അതുപോലെ തന്നെ അതിൻ്റെ കോസ്റ്റും നല്ല രീതിയിൽ കൂടുതലായിരിക്കും. അപ്പോൾ അത്രയും കോസ്റ്റ് കാര്യങ്ങളൊക്കെ പരിഗണിക്കാൻ വേണ്ടിയിട്ട് ബ്രോക്കേഴ്സ് സ്വാഭാവികമായിട്ടും തയ്യാറാവില്ല എന്നതാണ് സത്യം. ഇതിൽ വേറൊരു സീക്രട്ട് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്കത് അറിയില്ലായിരിക്കും. മിക്കവാറും ഇത് ഫസ്റ്റ് ടൈം ആയിരിക്കും ഒരാൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവുക. അതായത് HFTയിൽ നടക്കുന്ന ട്രേഡുകൾ റിയൽ എക്സ്ചേഞ്ചുമായിട്ട് കണക്ട് ചെയ്യാത്ത ട്രേഡുകളായിരിക്കും. അറിയാവോ നിങ്ങൾക്ക് ഇതിനു മുന്നേ? അതായത് ഈ ഒരു ട്രേഡ് കാര്യങ്ങൾ നടക്കുക എന്നുള്ളത് ഒരു പ്രോസസ്സാണ്, ഒരു പ്രൊസീജിയറാണ്. അത് നമ്മളിപ്പം ഫോണിൽ നിന്ന്, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഭൂരിഭാഗവും ഫോണിൽ നിന്നാണ് ട്രേഡ് ചെയ്യുന്നത്. സോ അതിന് നടക്കുന്ന പ്രൊസീജിയർ എന്താണെന്ന് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് എന്നുള്ളത്. നമ്മൾ ഫോണിൽ നിന്ന് എടുക്കുന്ന ട്രേഡ് ആദ്യം തന്നെ പോകുന്നത് ബ്രോക്കറിലേക്കാണ്, അവിടെ നിന്ന് പോകുന്നത് ലിക്വിഡിറ്റി പ്രൊവൈഡറിലേക്കും അവിടെ നിന്ന് ബാങ്കിലേക്കും പോകും. അതിനുശേഷമാണ് ആ ട്രേഡിൻ്റെ റിസൾട്ട് എന്താണോ അത് തിരിച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക്, അതായത് ആ ഫോണിലേക്ക് വരുന്നത്. ദാറ്റ് മീൻസ് ഇത്രയും പ്രോസസ്സ് നടക്കണം എന്നുണ്ടെങ്കിൽ അതിന് തീർച്ചയായും ചെറിയൊരു സമയം ആവശ്യമാണ്. അതുകൊണ്ടുള്ളൊരു ടൈം ലാഗും അവിടെ ഉണ്ടാവും സ്വാഭാവികമായിട്ടും ലൈവ് അക്കൗണ്ടിൽ. അതായത് ബാങ്കാണ് നമുക്ക് വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ട്രേഡ് ചെയ്യുന്നത്. ഇതാണ് സത്യം. നിങ്ങൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിഞ്ഞിട്ട് വേണം ഈ ഒരു കാര്യത്തിലേക്ക് മൂവ് ചെയ്യാനും. ഇതിൽ നിന്ന് എന്താണ് വ്യത്യാസങ്ങൾ എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ പൊരുൾ എന്താണ്, ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന സാധനം എന്താണെന്ന് കൃത്യമായിട്ട് അറിയണം. അത് അറിയണം എന്നുണ്ടെങ്കിൽ ഇത് ചെയ്ത് നല്ലൊരു പരിചയം കൂടി വേണം. അതുകൊണ്ടാണ് ട്രൂസെൻസ് എല്ലാ കാര്യങ്ങളും ഈ രീതിയിൽ കീറി മുറിച്ച് സത്യം പോലെ എടുത്ത് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു നോർമലി ട്രേഡ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് പ്രൊസീജിയർ എന്നുള്ളത് ഏകദേശം മനസ്സിലാക്കണം. അതേ സമയത്ത് HFT ബോട്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ട്രേഡുകളിൽ നിന്ന്, നമ്മളിപ്പോൾ ഒരു ഫോണിൽ നിന്നാണ് ട്രേഡ് നടക്കുന്നതെങ്കിൽ ആ ട്രേഡ് ഡയറക്റ്റായിട്ട് ബ്രോക്കറിലേക്ക് മാത്രമേ പോകുന്നുള്ളൂ. അവിടെ നിന്ന് ലിക്വിഡിറ്റി പ്രൊവൈഡറിലേക്കോ അവിടുന്ന് ബാങ്കിലേക്കോ ഒന്നും തന്നെ കണക്റ്റഡ് ആകുന്നില്ല. കാരണം അതിനുള്ള സമയമില്ല. നേരെ ബ്രോക്കറിലേക്ക് പോവുക, അവിടുന്ന് തിരിച്ച് നമുക്ക് തന്നെ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരിക. ആ ഒരു കാര്യം മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. എന്ന് വെച്ചാൽ സിംപ്ലി മാനിപ്പുലേഷൻ എന്ന് തന്നെ വേണേൽ പറയാം. അതായത് ഈ ഒരു HFT ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഒരു ഡെമോ അക്കൗണ്ട് ചെയ്യുന്ന ഒരു ട്രേഡായിട്ട് മാത്രം കണക്കൂട്ടിയാൽ മതി അതിനെ. പക്ഷേ അതിൽ ഉപയോഗിക്കുന്ന സെർവർ നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു സെർവറും കൂടിയായിരിക്കും. ഇപ്പോൾ ഏകദേശം HFT ട്രേഡിൽ എടുക്കുന്ന പ്രോസസ്സും പിന്നെ നോർമലി നമ്മൾ എടുക്കുന്ന പ്രോസസ്സും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും. അതെന്താ വെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ സമയം ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ ലൈവ് അക്കൗണ്ടിൽ ഈ രീതിയിൽ HFT ബോട്ട് ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യുകയാണ് എങ്കിൽ അതിലെടുക്കുന്ന ട്രേഡിന് ഈ രീതിയിൽ തന്നെ ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് ഓൾറെഡി പ്രോഫിറ്റ് വരേണ്ട ട്രേഡുകളൊക്കെ ലോസിലായിട്ടുണ്ട്. ദാറ്റ് മീൻസ് അട്ടർ ഫെയിലിയർ ആയിരിക്കും എന്നർത്ഥം. അതുകൊണ്ടാണ് നമുക്ക് ലൈവ് അക്കൗണ്ടിൽ HFT ബോട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം പൊരുൾ ഇതാണ്. ആയതുകൊണ്ട് തന്നെ ബ്രോക്കേഴ്സ് ഇത്രയും ഫാസ്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു സെർവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യില്ല. കാരണം അത് ബാങ്കിലേക്ക് പോയി, അതായത് നമുക്ക് ആ ഒരു ബ്രോക്കറിൻ്റെ അടുക്കുന്ന നേരെ പിന്നെ
ബാങ്കിലേക്കും കാര്യത്തിലൊക്കെ പോയി വരാനുള്ള ആ ഒരു ടൈം ഡിലേ ഉണ്ട്. അത് അങ്ങനെ പോയി വരുന്ന ടൈം ഡിലേ ഒഴിവാക്കിയിട്ട് ഈ രീതിയിൽ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് വരുന്ന പ്രോഫിറ്റ് ആരെടുത്ത് തരണം? ബ്രോക്കറുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് തരേണ്ടി വരും. ആരും അതിന് നിൽക്കില്ല. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ HFT നമുക്ക് ലൈവ് അക്കൗണ്ടിൽ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റാത്തത്. പിന്നെ എന്തിനാണ് പ്രോഫേംസ് ഇത് അലോ ചെയ്യുന്നത്? ശ്രദ്ധിച്ച് നോക്കുക. അവർ ഇതിനെ അലോ ചെയ്യാണ് ചെയ്യുന്നത്, അവരതിനെ പ്രൊവൈഡ് ചെയ്യല്ല ചെയ്യുന്നത്. അത് ജസ്റ്റ് അവർക്ക് ക്ലയൻറ്റ് ബേസ് കൂട്ടുക, അവർ ജസ്റ്റ് ഒരു പ്രോസസ്സാണ്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുവഴി എന്താണ്, പെട്ടെന്ന് തന്നെ അക്കൗണ്ടുകൾ അവർക്ക് കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ക്ലയൻറ്റ്സ് ഫാസ്റ്റായിട്ട് അവർക്ക് കിട്ടും. അപ്പോൾ ആയതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ്, ഗ്രോത്ത് തന്നെയാണ്. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഈ അക്കൗണ്ട് പർച്ചേസ് ചെയ്യുകയും അവരുടെ കമ്പനി ഗ്രോത്തിലേക്ക് പോവുകയും ചെയ്യും. അതാണ് ഇവർ ഈ HFT അലോ ചെയ്യാൻ കാരണം. അല്ലാതെ വേറെ മാജിക് ഒന്നും ഇതിൻ്റെ പിറകിലില്ല. ഇത്രയൊക്കെ ചെയ്തു, നമുക്ക് ലൈവ് അക്കൗണ്ട് കിട്ടി. ലൈവ് അക്കൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഒരുപാട് സിഗ്നൽ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടും ദുരിതത്തിലാണ്. എന്താണ് രക്ഷ? ഒരു രക്ഷയില്ല ബ്രോ, പഠിക്കൽ മാത്രമേ രക്ഷയുള്ളൂ. കാരണം ഈ സ്കില്ലില്ലാതെ ട്രേഡിൽ മുന്നോട്ട് പോകും എന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ കോടീശ്വരന്മാരെ തട്ടിയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അത് മനസ്സിലാലോചിക്കുക. ഇതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടുന്ന പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആകുന്നവർക്ക് മാത്രമേ ഇതിൽ ശരിക്കും ഒരു റിയൽ സക്സസ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു ട്രേഡിങ് സ്കില്ല് മാത്രമല്ല, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കില്ല് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 30-40% മാത്രമേ നമുക്ക് ഉപകാരപ്പെടുന്നുള്ളൂ. അതിൽ ഏറ്റവും വലുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമോഷൻ കൺട്രോളിങ്, നമ്മുടെ ആക്രാന്തം കുറക്കുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് തന്നെ ട്രൂസെൻസിൻ്റെ ട്രൂ മണി കൺസെപ്റ്റ് നമ്മളിപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് നമ്മളിത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഏറ്റവും വലിയൊരു യുണീക്ക് ആയിട്ടുള്ളൊരു പോയിന്റ്, നമുക്ക് ഒരുപാട് കോഴ്സുകൾ പല ആൾക്കാരും പല രീതിയിലും പല കോഴ്സിലൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് എങ്കിലും വേറെ ഒരു സ്ഥലത്തും കിട്ടാത്ത ഒരു യുണീക്ക് പോയിന്റ് ട്രൂസെൻസിന് TMCയിലുണ്ട്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന സ്ട്രാറ്റജി ഇൻഡിവിജ്വലി നമുക്ക് ട്യൂൺ ചെയ്തിട്ടാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതായത് ഏതൊരു വ്യക്തിക്കും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പാകപ്പിഴകൾ ഉണ്ടാകും. വളരെ മൈന്യൂട്ടായിരിക്കും, ചിലപ്പോൾ അത് മേജർ ആയിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ച് നമ്മുടെ മെൻറ്ററുമായിട്ട് ടോക്ക് ചെയ്യുന്ന സമയത്ത്, അദ്ദേഹമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് മെൻറ്റർ എപ്പോഴും സൈക്കോളജിക്കൽ പരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ, അതായത് നമ്മളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻറ്റിൻ്റെ ഉള്ളിൽ എന്താണ് ഒരു പേടിയുള്ളത്, അല്ലെങ്കിൽ എന്താണ് ഒരു നെഗറ്റീവ് ഉള്ളത്, എന്താണ് ഒരു പോസിറ്റീവ് ഉള്ളത്, എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാവും. ചിലപ്പോൾ ഉദാഹരണത്തിന് ചില ആൾക്കാർക്ക് സ്റ്റോപ്പ് ലോസിനോട് എന്തെങ്കിലും ഒരു വിരക്തിയായിരിക്കും. കാരണം എനിക്ക് സ്റ്റോപ്പ് ലോസിനോട് എനിക്ക് തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ രീതിയിലുണ്ട് ണ്ടെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു സാധനം മാത്രം ട്യൂൺ ചെയ്തിട്ട് ആ ഒരു പേടി ഇല്ലാണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കൂളായിട്ട് ആൾ മുന്നോട്ട് പോകും. ഇത് വെറുതെ പറയുന്നില്ല. നമുക്ക് കിട്ടിയ ഒരു സ്റ്റുഡൻറ്റിന് ബാക്കിയെല്ലാം കൊണ്ടും അദ്ദേഹത്തിന് ഓക്കെയാണ്. അദ്ദേഹം എനിക്ക് തോന്നുന്ന 8-9 കോഴ്സ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ ആരും ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു കുറ്റം കണ്ടുപിടിച്ചിട്ട് അതിന് ശരിയായി കൊടുത്തിട്ടില്ല. അത് നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി കൊടുക്കുമ്പോഴത്തേക്ക് ആളിപ്പം പക്കയാണ്, അടിപൊളിയായിട്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ അദ്ദേഹമൊക്കെ മേ ബി നമ്മുടെ അപ്കമ്മിങ് വെബിനാറിലൊക്കെ വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തോളൂ. നമുക്ക് വെബിനാർ ആയാലും നിങ്ങൾക്ക് ഈ രീതിയിലുള്ള കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ ട്രൂസെൻസിൻ്റെ റിയൽ ഒഫീഷ്യൽ ചാനലുണ്ട്, trusens_official എന്നുള്ള ഈ ഒരു കാണുന്ന നമ്മുടെ ഒഫീഷ്യൽ ചാനലിൽ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടും പറ്റും. നിങ്ങൾക്കത് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. നമ്മളൊരാളെ നിർബന്ധിക്കുന്നില്ല. ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മാത്രം. കാരണം നാളെ നിങ്ങൾ പറയരുത് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞിട്ടില്ല എന്ന് ചോദിക്കരുത്. സോ അതുകൊണ്ട് പറഞ്ഞത്. അപ്പോൾ HFT ബോട്ട് ഉപയോഗിച്ചിട്ട് ലൈവ് അക്കൗണ്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റാത്തതിൻ്റെ കാരണങ്ങൾ കുറച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പക്ഷെ തീർന്നില്ല, ഇനിയും റീസൺസ് ഉണ്ട്. വീഡിയോയുടെ ലെങ്ത് ഞാൻ കൂട്ടുന്നില്ല. നമുക്ക് എന്തായാലും ഇതിൻ്റെ പാർട്ട് 2 കൂടി അടുത്ത് തന്നെ വരുന്നുണ്ട്. അതിൽ വേറൊരു കാരണം കൂടി ഞാൻ പറഞ്ഞുതരാം, എന്തുകൊണ്ടാണ് ഈ HFT ലൈവ് അക്കൗണ്ടിൽ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റാത്തത് എന്നുള്ളത്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് അറിവുകളാണ് ട്രൂസെൻസിൻ്റെ ഉള്ളിലേക്കുള്ളത്. നിങ്ങൾക്ക് എന്തായാലും കൂടാൻ താല്പര്യമുണ്ടെങ്കിൽ കൂട്ടാൻ ഞങ്ങളും തയ്യാറാണ്. എല്ലാ ആൾക്കാർക്കും എന്നും പറയുന്ന പോലെ തന്നെ നല്ലൊരു ട്രേഡിംഗ് ഫ്യൂച്ചർ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു, പ്രാർത്ഥിച്ചുകൊള്ളുന്നു. താങ്ക് യു സോ മച്ച്.